ഫസ്റ്റ് ഷോ കഴിഞ്ഞു. ഫസ്റ്റ് യെസ് പറഞ്ഞോളൂ, എന്താ ചോദിക്കേണ്ടത്? ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടു. കാണുന്തോറും ഒരു പുതിയ പെർസ്പെക്റ്റീവാണ് കാണുന്നത് ഫിലിമിൻ്റെ. ആൻഡ് ഇറ്റ്സ് എ വണ്ടർഫുൾ ഫിലിം. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. എഡ്ജ് ഓഫ് ദ സീറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ത്രില്ലറാണത്. കണ്ടുകൊണ്ടേയിരിക്കും, ഒരു സെക്കൻഡും സ്ക്രീനിൽ നിന്ന് കണ്ണു മാറാൻ ഉള്ള സമയം തരുന്നില്ല പടം. സോ ഐ റിയലി എൻജോയ് ഇറ്റ്. നിങ്ങൾ എല്ലാവരും കണ്ടോ പടം? കണ്ടോ? ഓക്കെ, താങ്ക് യു. ரொம்ப சாட்டிஸ்ஃபைங்கான ஒரு எக்ஸ்பீரியன்ஸ். தியேட்டரில் தான் பார்க்கணுன்னு நினைக்கிறேன். நான் ரெண்டாவது தடவை பார்த்துட்ருக்கேன். அண்ட் வித் த ஆடியன்ஸ் இட்ஸ் ரியலி நைஸ் அண்ட் சாட்டிஸ்ஃபைங். தேங்க்ஸ் ஃபார் த சப்போர்ட். ப்ளீஸ் கம் அண்ட் வாட்ச் இன் த தியேட்டர்ஸ். இட்ஸ் அன் எக்ஸ்பீரியன்ஸ் மென்ட் டு பி ஹேட் இன் த தியேட்டர்ஸ். ഉങ്ങൾക്കാക താങ്ക് യു. ഞങ്ങളെല്ലാവരും ഇത് ഇന്നലെ പ്രിവ്യൂ സ്ക്രീനിങ് കണ്ടിരുന്നു. പക്ഷേ ഇന്ന് കാണുമ്പോൾ within 24 hours actually, but it is not at all, it's more engaging and more കൂടുതൽ ലേയേഴ്സ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് സെക്കൻഡ് ടൈം കാണുമ്പോൾ ആക്ച്വലി. ആൻഡ് ഓൾസോ ആ ഒരു സൗണ്ടിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, വിഷ്വൽ ആൻഡ് സൗണ്ട് എക്സ്പീരിയൻസ്, അത് തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. പിന്നെ മാത്രമല്ല, ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. നമ്മൾ മലയാള സിനിമയിൽ ആദ്യത്തെ 3D സിനിമ, ആദ്യത്തെ ബയോസ്കോപ്പ്, ആദ്യത്തെ സിനിമാസ്കോപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ അഭിമാനം കൊള്ളുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതും ആദ്യത്തെ ഒരു സംരംഭമാണ്. ഇത്തരത്തിലുള്ള ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് മലയാള സിനിമയിലാണ്. അത് വടക്കനാണ്. അതിലെല്ലാം നമ്മളെല്ലാവരും പങ്കാളികളാണ്. അതുകൊണ്ട് ഇറ്റ്സ് എ പ്രൗഡ് മൂമെന്റ് ഫോർ മലയാളം സിനിമ. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക, എന്നാൽ മാത്രമേ ഇതിന്റെ ഫുൾ എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. താങ്ക് യു. എക്സ്പീരിയൻസ് വാസ് അമേസിങ്. എൻ്റെ ആദ്യത്തെ മൂവിയാണ് ഇത്. ആക്ച്വലി ഞാനിപ്പോൾ അഭിനയിച്ചിട്ടുമുണ്ട്, പാടിയിട്ടുമുണ്ട്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് താഷു എന്നാണ്. ഇത് ആക്ച്വലി ഇന്ത്യയിലെ ഫസ്റ്റ് എവർ പാരനോർമൽ ആക്ടിവിറ്റി മൂവിയാണ്. ഇറ്റ് വാസ് ഷോട്ട് ഇൻ എ ഡിഫറെൻറ്റ് വേ ആസ് വെൽ. ഇറ്റ് വാസ് ഷോട്ട് ഇൻ എ വ്ളോഗിങ് വേ. ആൻഡ് അത് കേരളയിലും ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും പോയി കാണണം വടക്കൻ മൂവി. ആൻഡ് യാ, നിങ്ങൾ ഏതെങ്കിലും പറയണം എങ്ങനെയുണ്ടായിരുന്നു, കാരണം ഇതിൻ്റെ ആദ്യത്തെ മൂവിയാണ്. ആൻഡ് യാ, ടെക്നിക്കലിയും സൗണ്ടും കൊണ്ടും എനിക്ക് തോന്നുന്നു ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു മൂവി തന്നെയായിരിക്കും വടക്കൻ. സോ ഐ ഗെസ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്കൊന്ന് തിയേറ്ററിൽ പോയി ഈ ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഭയങ്കര ഒരു രസമായിരിക്കും. താങ്ക് യു. യെസ്, എനിക്ക് എൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മനുഷ്യന്മാർക്ക് കാണാതെയും കേൾക്കാതെയും എത്രയോ വിഷ്വൽസും എത്രയോ സൗണ്ട്സ് ഉണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. കാരണം ഇപ്പോൾ ഒരു ഡെസിബലിന്റെ മുകളിൽ അല്ലെങ്കിൽ ഡെസിബലിന്റെ താഴെയുള്ള സൗണ്ട് മനുഷ്യന്മാർക്ക് അത് ചെവിയിൽ കേൾക്കാൻ പറ്റില്ല. നേരെ മറിച്ച് അത് തന്നെ ആനിമൽസിന് കേൾക്കാൻ പറ്റും. അത് നേരെ മറിച്ച് എല്ലാ ഒരു ലൈഫിനെ ഒരു വേറെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ കൂടാതെ വേറെ എനർജീസ് തീർച്ചയായിട്ടും ഉണ്ട്. ഡെഫിനറ്റ്ലി അത് ഞാനൊരു സ്ട്രോങ് ബിലീഫ് ആണ് എൻ്റെ. എല്ലാവരും പോയി കാണണം. ഞാൻ ചെയ്തിരിക്കുന്ന സെക്കൻഡ് പടമാണ് ലൈഫിലത്തെ. എപ്പോഴും നല്ലൊരു സ്ക്രിപ്റ്റ് ചൂസ് ചെയ്തിട്ട് നല്ല ടീമിനോട് വർക്ക് ചെയ്യണം എപ്പോഴും പ്ലാൻ. അപ്പോൾ ഈ ടീം ഫസ്റ്റ് ടൈം അപ്രോച്ച് ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു. ലൈക്ക് ഫോർ എക്സാമ്പിൾ സൗണ്ട് ആയാലും മ്യൂസിക് ആയാലും എഡിറ്റിംഗ് ആയാലും ആ കാര്യത്തിൽ നമ്മൾ പക്കയാണ്. ലൈക്ക് ഐ വുഡ് പ്രിഫർ ടു കം ആൻഡ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് ബിക്കോസ് ആ ഒരു സൗണ്ട് ക്വാളിറ്റി അതിൽ എല്ലാ എക്സ്പീരിയൻസിന് വേണ്ടി തിയേറ്റർ തന്നെ വന്നേ പറ്റൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നിങ്ങൾ വരിക, നിങ്ങൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക, ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഐ തിങ്ക് യു ലവ് ദ മൂവി. എല്ലാവരുടെയും അടിപൊളി റിവ്യൂസ് ആയിട്ടുണ്ട്. സോ വെരി ഹാപ്പി ടു ഹിയർ ലൈക്ക് അമേസിംഗ് റിവ്യൂസ് ഫ്രം എവരി വൺ ഇൻ ടേംസ് ഓഫ് മലയാളത്തിൽ ഫസ്റ്റ് ടൈം കുറേ ദിവസമായിട്ടാണ് ഈ ഹൊറർ എന്ന സബ്ജക്ട് വരുന്നത്. അപ്പോൾ അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. പ്ലീസ് വരിക തിയേറ്ററിൽ ആൻഡ് കം ആൻഡ് വാച്ച് ദ മൂവി ആൻഡ് എൻജോയ് ദ മൂവി ഗൈസ്. താങ്ക് യു സോ മച്ച്. ഇത് ഞാൻ പറയാണ്, പ്ലീസ് എക്സ്പീരിയൻസ് ദിസ് മൂവി വടക്കൻ ഇൻ മൂവി തിയേറ്റർ. ഇതിൻ്റെ ഒരു 100% ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി പ്ലീസ് ഗോ ആൻഡ് വാച്ച് ഇൻ ദ തിയേറ്റർ. Paranormal movie, and this is experimental type in the Indian film. So, what trigger you to choose this film? The first is it's a horror thriller, paranormal film.
and the technical crew, wonderful technical crew. Then the story, which has multiple layers. It's not just a thriller, not just a horror thriller. It has multiple layers. When you watch the film, when you listen to the song, you will know it actually delves deep into the psyche of all those people who are there, and a wonderful talent to work with. So all these things actually matter. Paranormal activity in a movie. You have to ask you, do you have any paranormal experience in while shooting or in the schedule? No, not for me. But yeah, it's most of it was hard work to scare you and to scare the audience, to give the audience an experience. Yeah. So I didn't have any other experience like that. In this movie, your character shows that you are a man with fear in the childhood and turns into a paranormal searcher, ghost hunter. Yeah, that's what happens. Prepare yourself for this character. No, I didn't do much of preparations. All the preparation was done in the writing itself, so written very well. So usually, such characters, to overcome their fear, they go in pursuit of things like this. That's what happens in real life also, scientifically also. So that's why I told it has very a detailed, layered story structure. So you have to come and watch it at the theaters. உங்களுக்கு அந்த தியேட்டரில் வந்து பார்த்தா தான் அந்த எக்ஸ்பீரியன்ஸ் வித், ஏன்னா அது ஒரு இமர்சிவ் எக்ஸ்பீரியன்ஸ் சினிமா வாட்சிங். இட் ஹேஸ் டு பி ஹேட் இன் தி தியேட்டர்ஸ். ஸோ இந்த மாதிரி படம் டெஃபினட்டாக வந்து தியேட்டரில் தான் வந்து பார்க்கணும். அப்போ தான் உங்களுக்கு எல்லா லேயர்ஸும் ஒவ்வொரு தடவையும் பார்க்க பார்க்க புதுசாக லேயர்ஸ் தெரிய வரும். தேங்க்யூ. ஐ டோன்ட் நோ, ஐ எம் நாட் அ பார்ட் ஆஃப் இட். ஸோ அதில் இல்லை, அது ப்ரீக்வெல் பண்ணிட்டு இருக்காங்க. ஸோ அதனால தெரியாது. தேங்க்யூ. It was very good. Working and watching it was a very different experience for me. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. എസ്പെഷ്യലി മ്യൂസിക് ഒക്കെ കേൾക്കുമ്പോൾ വേറെ എവിടെയോ എത്തിപ്പെടുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. Takes you back. I don't know how, but it takes you somewhere else. So it was really good. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇത് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് എക്സ്പീരിയൻസ് സിനിമയുടെ കിട്ടണമെങ്കിൽ ഇത് തിയേറ്ററിൽ തന്നെ കാണണം. ചേച്ചിയുടെ ഒരു സിനിമ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും അഷുറൻസ് ഉണ്ടായില്ലാത്ത എന്തെങ്കിലും ഉണ്ടാവില്ലാണെങ്കിലും ഇത് വരുമ്പോഴായാലും എപ്പോഴും നമുക്കൊരു ഒരു അഷുറൻസ് ഉണ്ട് എന്തെങ്കിലും. അപ്പൊ ആ ഒരു സെലക്ഷൻ ഈ ഒരു വടക്കൻ സെലക്ട് ചെയ്തപ്പോൾ ഈ ഒരു കാസ്റ്റ് ആൻഡ് ഗ്രൂപ്പ് ആ ഒരു സെലക്ഷൻ എങ്ങനെയാണ്? ശരിയാണ് മോൻ പറഞ്ഞത്. അതായത് ഞാൻ ചെയ്യുന്ന പടം ഞാൻ കുറച്ച് കെയർഫുള്ളിയാണ് സെലക്ട് ചെയ്യാം. കിസ്മത്തിന്റെ ശേഷം കുറച്ച് ടിപ്പിക്കലായ അതേ അനിതയുടെ ക്യാരക്ടറായ തന്നെ കുറച്ച് റോൾസ് എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം ഞാൻ കുമാരി ചെയ്തു. കുമാരിയിൽ വേറെ ഇതിനേക്കാളും കിസ്മത്തിനേക്കാളും ഒരു ഡിഫറെൻ്റ് ആയ റോളാണ്. ഇപ്പോൾ വടക്കനിൽ ഡിഫറെൻ്റ് ആയ റോളാണ്. അത് ഞാനൊരു കോൺഷ്യസ്ലി എടുക്കുന്ന ഡിസിഷനാണ്. അത് ചിലപ്പോൾ കറക്റ്റായി മാറും, ചിലപ്പോൾ തെറ്റായി മാറും. ഒന്നും പറയാൻ പറ്റില്ല. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ്. സോ യെസ്, നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മളൊരു ക്യാരക്ടർ കളിക്കുന്നത്, ആ ക്യാരക്ടർ നിങ്ങൾ അനിത ആയാലും ശരി, നമ്മളാണത്. വി ആർ ദാറ്റ് ക്യാരക്ടേഴ്സ്. ഇപ്പൊ ഈ നിങ്ങൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു, നിങ്ങൾ ക്യാമറമാൻ, നിങ്ങളൊരു ക്യാരക്ടറാണ്. എനിക്കൊരു ക്യാമറ പേഴ്സന്റെ ഒരു റോൾ കിട്ടിയാൽ ഞാൻ നിങ്ങളെ ഒബ്സർവ് ചെയ്യും. അതുപോലെ തന്നെ ഓരോരോ ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ നമ്മൾ ലോകത്ത് നോക്കാം, ലൈഫാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെതായിട്ട് ഒബ്സർവേഷൻസ്. എൻ്റെ ഒരു ആർട്ടിസ്റ്റിന്റെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ലിസ്ണിംഗ് പവറാണ്. അപ്പോൾ ആൾക്കാർ പറയുമ്പോൾ അത് കേൾക്കണം, അവരെങ്ങനെയാണ് സംസാരിക്കുക. അതാണ് ഒരു ആക്ടറിന്റെ ഒരു പ്രിപ്പറേഷൻ, അതാണ് എൻ്റെ ഒരു മെത്തേഡ്. വലിയൊരു കാസ്റ്റാണ്. ഇപ്പോൾ റഷീദ് സാറാണ് മ്യൂസിക് ചെയ്യുന്നത്, കിഷോറായിട്ടുണ്ടെങ്കിൽ വലിയൊരു പ്രൊഫഷണൽ കമ്പനിയാണ്. അപ്പൊ അവരായിട്ടുള്ള മലയാളത്തിലൊരു സിനിമ ചെയ്യുമ്പോൾ ആക്ച്വലി ഞാനിത് സൈൻ ചെയ്യുന്നത് ഒരു വലിയ റീസൺ ആണ് ഈ ടെക്നിക്കൽ ക്രൂ. അതായത് റസൂൽ സർ പിന്നെ സൗണ്ട് ഡിസൈൻ ചെയ്തു. പിന്നെ ബിജിയേട്ടനാണ് ഇതിന്റെ മ്യൂസിക് നിങ്ങൾ കേട്ടിങ്കോ എന്നൊക്കെ പാട്ടൊക്കെ എന്ത് രസമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബിജിയേട്ടൻ. പിന്നെ ഭദ്ര പാടിയിട്ടുണ്ട്. പിന്നെ വേറെ മാരി കോം എന്ന് പ്രിയങ്ക ചോപ്രയുടെ പടം, അതുപോലത്തെ വലിയ വലിയ ബോളിവുഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ചെയ്ത പടമാണ്. ഇതിന്റെ DOP സെയിം DOP ആണ്, കേക്കോ നാക്കഹാര. അവരിപ്പോൾ ജപ്പാനിലാണ്. ജാപ്പനീസ് ഫീമെയിൽ DP ആണ്. അപ്പോൾ അവരും ദിസ് ഈസ് എ വെരി ടെക്നിക്കലി വളരെ സ്ട്രോങ് ആയൊരു ക്രൂ ആണ്. അപ്പോൾ അവരുടെ കൂടെ എനിക്ക്
ഒരു പടം ഉണ്ടാക്കണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. സോ ഈ ഓഫർ വന്നപ്പോൾ ഐ വാസ് വെരി വെരി ഹാപ്പി ആൻഡ് ഐ വാസ് എല്ലാം ഈശ്വരന്റെ അനുഗ്രഹം എന്ന് പറയാം. കഴിച്ചിട്ടോ? സെയിം ഹിയർ. കഴിച്ചിട്ടോ? ഇപ്പൊ ചേട്ടൻ ക്യാരക്ടർ തോന്നുന്നില്ലേ? സ്ഥിരം നമ്മൾ കണ്ടിട്ടുള്ള ഒരു മൂവി അല്ലെങ്കിൽ ഒരു തീർപ്പാതൊക്കെ മാറി കുറച്ച് അച്ചായൻ. അതെ അതെ, കോട്ടയംകാരനാണ്. അതെ അതെ. അല്ല പിന്നെ അങ്ങനെ ഇല്ല അജിപ്പാനെ, ഇപ്പം നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് ഒരു വ്യത്യസ്തമായ കഥാപാത്രം കിട്ടുമ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലും കാണിക്കാൻ പറ്റുള്ളൂ. എപ്പോഴും എല്ലാവരും സെൽവാന്ന് തന്നെ വിളിച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ലല്ലോ. അതേപോലെ ജ്ഞാപകം, ഇന്ദ്രധനുഷ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അത് ഓരോന്നും ഓരോ ക്യാരക്ടറാണ്. ഇത് എനിക്ക് ഈ നാരായണൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്നപ്പോൾ തന്നെ സജിത് എന്നോട് പറഞ്ഞു, ചേട്ടാ ഇതൊരു കോട്ടയംകാരനാണ്, അപ്പൊ പറ്റുമെങ്കിൽ ഒരു ചെറിയൊരു കോട്ടയം അച്ചായൻ ആറ്റിറ്റ്യൂഡും സ്ലാങ്ങും പിടിച്ചാൽ നന്നായിരിക്കും. അപ്പൊ തന്നെ ഓക്കെ ശരിയാക്കി തരാം, ഇപ്പൊ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്നത്. അപ്പം അതെ അതെ സത്യം, ഞാനത് ചോദിക്കുകയും ചെയ്തു, എന്ത് അച്ചായന്റെ കോട്ടയംകാരനാണ് പക്ഷെ അച്ചായൻ ആറ്റിറ്റ്യൂഡ് പേര് നാരായണൻ. അപ്പോൾ അല്ല, അതിൽ തന്നെ ഒരു ദുരൂഹതയുണ്ട്. കാരണം ഇതിപ്പം ഓപ്പൺ എൻഡഡ് ആണ്. നിങ്ങൾ സിനിമ കണ്ടല്ലോ, പലർക്കും ഇതിന്റെ എൻഡിങ് ഭയങ്കര ആംബിഗ്യസ് ആണ്. എന്താണ് എൻഡിങ് എന്ന് മനസ്സിലാവുന്നില്ല. ചിലരത് വായിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അപ്പം അത് എന്താ പറയണ്ടേ, ചിലപ്പോൾ ഇതിനൊരു സീക്വൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രീക്വൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നാരായണൻ ആരാണ് എന്താണ് എന്നുള്ളതൊക്കെ. കാരണം നാരായണൻ മരിക്കുന്നില്ല ഇതിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നാരായണനാണ് അവസാനം എഴുന്നേറ്റൊക്കെ പോകുന്നത് പോലെ കാണിക്കുന്നുള്ളൂ, നാരായണന്റെ മരണം കാണിക്കുന്നില്ല. അപ്പൊ എനിവേ നാരായണൻ തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു കോട്ടയം സ്ലാങ് ഒക്കെ ചെറുതായിട്ട് പിടിച്ച് ചെയ്യാൻ പറ്റി. ഇനി വരുന്ന സിനിമകളിൽ ഇപ്പൊ അടുത്ത സിനിമ ആക്ച്വലി ഊർവശി ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ്. അത് എൽ ജഗദമ്മ 7ാം ക്ലാസ് സ്റ്റേറ്റ് ഫസ്റ്റ് എന്നാണ് ആ പടത്തിന്റെ പേര്. ചേച്ചിയും ഞാനുമാണ് ലീഡ് റോൾസ്. അതിൽ തിരുവനന്തപുരമാണ്, പക്ക തിരുവനന്തപുരം സ്ലാങ്ങും. അതെ അതെ, പക്ക തിരുവനന്തപുരം സ്ലാങ്ങും പിടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. വരട്ടെ, താങ്ക് യു. അയ്യോ ഇല്ലില്ല, സെൽവാന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാര് ഈ സിനിമ കാണുമ്പോഴത്തേക്കും നാരായണൻ എന്നുള്ള വിളി മാറ്റി വിളിക്കട്ടെ. അതാണല്ലോ നമുക്ക് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് സന്തോഷം. അതെ, താങ്ക് യു. അടിപൊളിയായിരുന്നു, ഗംഭീര മൂവിയാണ്, നല്ല എൻഗേജിങ് ആയിരുന്നു. പിന്നെ ഹൊറർ അതേപോലെ തന്നെ പാരനോർമൽ ആക്ടിവിറ്റികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന മൂവിയാണ്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആണ്, അപ്പോൾ എന്തായാലും തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട പടമാണ്. ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. കുഴപ്പമില്ല, ഒരു എക്സ്പീരിയൻസ് പടം എന്നുള്ള രീതിയിൽ കണ്ടിരിക്കാം. അതാണ് നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ആദ്യമായിട്ടാണ്. കുഴപ്പമില്ല, സൗണ്ട് ഡിസൈൻ അടിപൊളിയാണ്. പിന്നെ പെർഫോമൻസ്, ലീഡ് ആക്ടറിന്റെ അടിപൊളിയാണ്. ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്, കുഴപ്പമില്ല, കണ്ടിരിക്കാം. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിങ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം നന്നായി, ആക്ടിങ് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ലാസ്റ്റ് ഒരു സീൻ ഉണ്ടല്ലോ, ഈ ഡെമൺ പൊസഷൻ കാരണം ഇവർ ലൈഫ് എൻഡ് ചെയ്യുന്ന ഒരു ലാസ്റ്റ് പോയിന്റ് ഉണ്ട്. ദാറ്റ് വാസ് വെരി ബ്രില്യൻറ്റ്. എല്ലാവരും കാണണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എക്സ്പീരിയൻസ് ഇസ് ഗുഡ് മാൻ. ഐ മീൻ നിങ്ങൾ പോയി കണ്ടിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യും. ഇപ്പം ഈ പാരനോർമൽ അങ്ങനത്തെ ഒരു സോണൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടോ?